എല്ലാവർക്കും നമസ്കാരം. സെപ്റ്റംബർ 2-ന് തദ്ദേശ വകുപ്പ് മന്ത്രി കണ്ണൂരിലെത്തുകയാണ്. തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ പരിഹരിക്കാൻ ഇതുവരെ തീർപ്പാകാത്ത ഫയലുകൾ കേൾക്കുവാനും പരിഹരിക്കുവാനും വേണ്ടിയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി കണ്ണൂരിലെത്തുന്നത്. ഈ അദാലത്തുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ ആളുകൾ ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. ഏതൊക്കെ വിഷയങ്ങളിലാണ് നമുക്ക് പരാതികൾ നൽകാൻ സാധിക്കുക, എപ്പോഴാണ് പരാതി നൽകേണ്ടത്? കണ്ണൂർ ജില്ലയിൽ സെപ്റ്റംബർ 2-നാണ് അദാലത്ത്. 27-ന് മുൻപ് തന്നെ നിങ്ങൾ ഏത് തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണോ പരാതി, അത് പഞ്ചായത്താകാം, കോർപ്പറേഷനാകാം, മുനിസിപ്പാലിറ്റി ആകാം, ആ തദ്ദേശ സ്ഥാപനത്തിൽ പോവുകയും അവിടെ നിന്ന് ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഈ അദാലത്തിൽ പരിഗണിക്കുന്നത് 11 ഇനം പരാതികളാണ്. അതിൽ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട പരാതികൾ, വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ, സിവിൽ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മാലിന്യ സംസ്കരണം, പൊതു സൗകര്യങ്ങളും സുരക്ഷയും, ആസ്തി മാനേജ്മെന്റ്, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെ കാര്യക്ഷമത, ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ നിങ്ങൾക്ക് നൽകാം. 27-നുള്ളിൽ നിങ്ങൾക്ക് പരാതികൾ നൽകാൻ സാധിച്ചില്ലെങ്കിൽ 2-ാം തീയതി പ്രത്യേകമായ കൗണ്ടർ മുണ്ടയാട് സ്റ്റേഡിയത്തിൽ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. നേരിട്ട് വന്നും നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. പരാതിക്കാരൻ നേരത്തെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എത്തുകയാണെങ്കിൽ പരാതി പരിഹാരത്തിന് വളരെ പെട്ടെന്ന് നമുക്ക് അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി സാധിക്കും. എങ്കിലും എല്ലാവരും പരാതികൾ കണ്ണൂർ ജില്ല സെപ്റ്റംബർ 2-ന്റെ തദ്ദേശ അദാലത്തോടുകൂടി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു പരാതിയുമില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം. എല്ലാവരുടെയും പിന്തുണ അതിനുവേണ്ടി ഉണ്ടാവണം. എല്ലാവരെയും, പരാതിക്കാരെ മുഴുവൻ സെപ്റ്റംബർ 2-ന് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ, കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള മുണ്ടയാട് സ്റ്റേഡിയത്തിലെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള അദാലത്ത് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.